ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കെമിസ്ട്രി കൂട്ടാൻ സഹായിക്കുന്ന കാരണവന്മാര് പറയുന്നത്. ഇങ്ങനെയുള്ള ചടങ്ങുകളെ കുറിച്ച് പാർവതിക്ക് അറിയാമോ? ഇല്ല സർ. എന്താ പാർവതി, പാർവതി ഒരു നാട്ടിൻപുറത്തുകാരിയല്ലേ? ഇങ്ങനെയുള്ള ചടങ്ങുകളെ കുറിച്ച് പാർവതിക്ക് അറിയാമായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇല്ല സർ. ജോലിയെ പറ്റി എന്തേലും പറയാനാ വിളിച്ചെന്ന് ഞാൻ കരുതി. ജോലിയേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം ഇതല്ലേ പാർവതി? നമ്മുടെ കല്യാണത്തിനും ഇങ്ങനെയുള്ള ചടങ്ങുകൾ വേണമെന്ന് ഞാൻ മമ്മിയോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പോവാ. എന്നാലല്ലേ നമ്മൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവൂ. എനിക്ക് പോണം സർ. പാർവതി നിക്ക്. നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ പാർവതി വിളിച്ചത്. ഇനി എന്തിനാ പാർവതി എന്നിൽ നിന്ന് അകലം പാലിക്കുന്നത്? നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. എന്നോട് പാർവതി കൂടുതൽ അടുക്കണം. എന്നാലേ പാർവതി എന്നെ ഒരു ബോസായിട്ട് കാണുന്നത് നിർത്തി ഒരു കാമുകനായിട്ട് കാണോ. എന്നെ തുടരുത്. പാർവതി എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്ന? നമ്മുടെ വീട്ടുകാർ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചല്ലേ? മറ്റൊരാളുടെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാറിന് നാണമില്ലേ? വാട്ട്? പാർവതി ആരുടെ കാര്യം പറയുന്ന? പ്രിയൻ ചേട്ടന്റെ. എന്റെ ഗന്ധർവൻ അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഇത് സാറിന്റെ പിറന്നാളിന്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞതാ. പക്ഷെ സാറ് ഞാൻ പറയുന്ന കേൾക്കുന്നതിന് മുമ്പ് അവിടുന്ന് പോയി. എന്തിനാ സാർ ചിരിക്കുന്നത്? പാർവതി ഇത്രയും നല്ല കോമഡി പറഞ്ഞ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? കോമഡിയോ? അല്ലാതെ പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ കാരണങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോ പ്രിയനും പാർവതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ചുമ്മാ ഒരു സ്റ്റോറി അങ്ങ് തട്ടിവിട്ടു, അതല്ലേ? അല്ല, ഞാനും പ്രിയൻ ചേട്ടനും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പാർവതി എത്ര ആവർത്തിച്ചാലും നുണ സത്യമാവാൻ പോകുന്നില്ല. പാർവതി പ്രിയനെ പകരം വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെയും വിശ്വസിച്ചേനെ. പ്രിയനെ എനിക്കറിയില്ലേ. അപ്പോ ഞാൻ പറയുന്ന സാർ വിശ്വസിക്കില്ലല്ലേ? ഒരിക്കലുമില്ല. പ്രിയൻ ചേട്ടൻ പറഞ്ഞാലോ? പ്രിയൻ അങ്ങനെ പറയില്ല. ഞാൻ പറയിക്കും. എല്ലാ സത്യങ്ങളും ഇന്ന് പുറത്തു വരണം. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. എന്തിനാ ഇങ്ങനെ ഡ്രാമ കളിക്കുന്ന? പാർവതി പ്ലീസ് ഗോ. ഇല്ല, ഞാൻ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. സാർ വാ. എന്താ പാർവതി ഇത്? സാർ വരൂ സാർ, വാ. പാർവതി എന്തോ പറ. നീ എന്തിനാ എത്ര ദേഷ്യത്തിൽ വരുന്നത്? പ്രിയൻ ചേട്ടാ, ഞാൻ എല്ലാ സത്യവും കൈലാഷ് സാറിനോട് പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞിട്ടും കൈലാഷ് സാർ വിശ്വസിക്കുന്നില്ല. ഇനി പ്രിയൻ ചേട്ടൻ തന്നെ പറ, സത്യം പറയാൻ. പറു, നീ വെറുതെ എടുത്ത് ചാടുക. ക്ഷമയോട് കാത്തിരിക്കേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. പ്രിയൻ ചേട്ടൻ സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് പറ പ്രിയൻ ചേട്ടാ. നീ എങ്ങനെയൊക്കെ നിർബന്ധിച്ചാലും പ്രിയൻ ഒരിക്കലും നുണ പറയില്ല. ഞാൻ പാർവതി എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രിയന് നന്നായിട്ട് അറിയാം. പാർവതിക്ക് ഇങ്ങനൊരു തെറ്റിദ്ധാരണ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് തിരുത്താനുള്ള സമയമായി. പാർവതിയോട് സത്യം പറയ് പ്രിയ. സാർ എന്നോട് ക്ഷമിക്കണം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാറു പറഞ്ഞതെല്ലാം സത്യമാണ്. എന്ത് സത്യമാണെന്ന് പ്രിയം പറയുന്നത്? ഞാനും പാറുവും ഇഷ്ടത്തിലാണ്. പ്രിയ, നീ വെറുതെ പറഞ്ഞല്ലേ? പറ, നീ നുണ പറയല്ലേ? നുണ പറയാന്നോ? ഇതുവരെ പ്രിയൻ ചേട്ടൻ പറഞ്ഞ സാർ വിശ്വസിക്കാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ പ്രിയൻ ചേട്ടൻ തന്നെ എല്ലാം സമ്മതിച്ചപ്പോ അത് നുണയാന്നാണോ സാർ പറയുന്നത്? ഞാൻ സ്നേഹിക്കുന്നത് പ്രിയൻ ചേട്ടനെ തന്നെയാ.
ഇത്രയും കാലം എന്റെ കൂടെ താങ്ങായി നിന്ന് എന്നെ സ്നേഹിച്ച ഗന്ധർവൻ ഈ നിൽക്കുന്ന പ്രിയൻ ചേട്ടനാ. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം.